നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് നീ തലക്കടിച്ചു വിട്ടില്ലേ നിന്റെ ആ ചേച്ചിയുടെ അച്ഛൻ? അയാളുടെ കാര്യം നീ പിന്നെ തിരക്കിയോ? അയാളെ കൊല്ലാനൊന്നുമല്ലല്ലോ തല്ലിയത്. മറ്റവനിട്ടൊരു പണി കൊടുക്കാനുള്ള പരിപാടിയല്ലായിരുന്നു അത്. ആള് തിരിച്ച് കടയിലൊക്കെ വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറ്റവനോ? അവന് കൊടുത്ത പണി ഏറ്റല്ലോ. ചേച്ചി അവനെ ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞു വിട്ടു. നിരാശ ബാധിച്ചവൻ നാട്ടിലോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി അവൻ ഇങ്ങോട്ട് വരുന്ന കാര്യം സംശയം. വന്നാലും ചേച്ചി അവൻ അടുപ്പിക്കത്തില്ല. അപ്പൊ കാര്യം സക്സസ്. ചേച്ചി വന്നല്ലോ. ചേച്ചിയുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. അല്ല, ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും എനിക്ക് ചേച്ചിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇവനോട് പറയുമായിരുന്നു. എടാ, ഞാൻ പറഞ്ഞില്ലേ, ദേവു ചേച്ചി, ഇതാ എന്റെ ചേച്ചി. നീ പൊയ്ക്കോ. ശരിടാ. ഞാൻ ഹാപ്പിയാ. അവസാനം ചേച്ചി എന്നെ തിരക്കി വന്നല്ലോ. വലിയ സന്തോഷം ചേച്ചി. ചേച്ചീനോട് പിണങ്ങിയപ്പോഴും എന്നെ അവഗണിച്ചപ്പോഴും അവന്റെ കൂടെ ചുറ്റിയടിച്ചപ്പോഴൊക്കെ എനിക്ക് എത്രമാത്രം സങ്കടമായിന്നറിയോ? എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നില്ല എന്നൊന്നും ചേച്ചി പറയരുത്. ഞാൻ ചേച്ചിയുടെ മുന്നിൽ ആദ്യം വന്നത് തന്നെ അങ്ങനെ ഒരു തെറ്റായ കയ്യിലിരിപ്പ് തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ആ സന്ദീപ്, അവൻ വന്നതോടെ ചേച്ചി എന്നെ വെറുക്കാൻ തുടങ്ങി. അവനുണ്ടായിരുന്ന ആ കാലം അത്രയും ചേച്ചിനോട് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. എന്നിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോ എന്നോട് മിണ്ടാൻ വന്നിരിക്കല്ലേ? ഓ, അപ്പോ എന്നോടിപ്പോഴും സ്നേഹമില്ലെന്നാ ചേച്ചി പറയുന്നേ. എന്നെ വെറുത്തിട്ട് ചേച്ചി സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ആ സന്ദീപ് പോകുന്നതിന് മുമ്പ് ചേച്ചിയുടെ അച്ഛനെ കയറി തല്ലിയിട്ടല്ലേ പോയത്? അത് സന്ദീപ് തല്ലിയത് ഞാൻ അറിഞ്ഞു. എല്ലാരും അറിഞ്ഞതുപോലെ ഞാൻ അറിഞ്ഞു. അല്ല, ആരും അറിഞ്ഞിട്ടില്ല. സന്ദീപ് പോലും അറിഞ്ഞിട്ടില്ല. തല്ലിയവരും അച്ഛനും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ വീണെന്നാ. നീയാ ചെയ്തെന്ന് എനിക്കിപ്പം മനസ്സിലായി. ചേച്ചി, ചേച്ചി,